അപ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ ജാഗ്രതാ സമിതിയിൽ എങ്ങനെ ഒരു പരാതി കൊടുക്കാൻ നോക്കിയാലോ? അതിന് ഒരുപാട് വഴികളുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കാം. ഈ പറഞ്ഞ കംപ്ലൈന്റ് പഞ്ചായത്ത് മെമ്പറിനോ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറിനോ അതും അല്ലെങ്കിൽ ICDSന്റെ സൂപ്പർവൈസറിനെ ഏൽപ്പിച്ചാൽ മതി. ഇനി റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് നേരിട്ട് പരാതി പറഞ്ഞാലും അവിടുത്തെ ICDS സൂപ്പർവൈസർ നിങ്ങളെ അസിസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു കംപ്ലൈന്റ് എഴുതി വാങ്ങിക്കുകയും ഒരു സാക്ഷിനെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിക്കുകയും ചെയ്യും. ഇതിനും നിങ്ങൾക്ക് പറ്റണില്ലെങ്കിൽ പോസ്റ്റ് വഴി ഈ ഒരു കംപ്ലൈന്റ് എഴുതി അയച്ചാലും മതി. ചില സമയങ്ങളിൽ നമ്മുടെ ലൊക്കാലിറ്റിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കണ്ടിട്ട് വാർഡ് മെമ്പറോ ബന്ധപ്പെട്ടവരോ നേരിട്ട് പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ട് പഞ്ചായത്ത് തന്നെ സ്വമേധയാ കേസ് എടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരാതിയുടെ ഗൗരവം അനുസരിച്ച് അത്ര ഗൗരവമായിട്ടുള്ള കേസുകളൊക്കെ ആണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ കേസ് മീഡിയേഷൻ വിളിപ്പിക്കും. ചില കേസുകളുണ്ട് ഈ ഒരു പഞ്ചായത്ത് ജാഗ്രത സമിതിയിൽ ഒതുങ്ങി നിൽക്കാത്തത്. അങ്ങനെയാണെങ്കിൽ അത് അവര് ഡീൽ ചെയ്യാതെ നേരിട്ട് ബന്ധപ്പെട്ടവരെ അവര് തന്നെ അറിയിക്കുകയും ചെയ്യും. അപ്പൊ ഇതെല്ലാം കൂടി കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ലോക്കലി തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ നമ്മുടെ സമയവും നമ്മുടെ പൈസ ഒരുപാട് അങ്ങ് ചെലവാക്കാതെ നമുക്കിത് ഒത്തുതീർക്കാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോ നിയമപരമായിട്ടുള്ള കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു.